ഹലോ, ബിൽഡിയർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മുടെ RRB എക്സാംസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റിവിഷനും അതുപോലെ തന്നെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും നമ്മുടെ റിവിഷന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു, ജനറൽ സയൻസിൻ്റെ ചെയ്യാവോ മാം, സയൻസിൻ്റെ വീഡിയോസ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മൾ നോക്കുന്നത് വരുന്ന ടെക്നീഷ്യൻ എക്സാമിനും അതുപോലെ NTPC എക്സാമിനും നല്ല രീതിയിൽ യൂസ് ആവുന്ന പോലത്തെ സയൻസിലെ ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് RRBയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട്, അപ്പം ഞാൻ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, RRB എക്സാംസിൽ ജനറൽ സയൻസ് എപ്പോഴും നമുക്കൊരു പോയിന്റ് ഉള്ള എന്താന്ന് വെച്ചാൽ ജനറൽ അവയർനെസ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് അല്ലാണ്ടുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗത്തു നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് കുറേ അധികം വർഷങ്ങളായിട്ട് ഒരേ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RRB ചോദിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടോപ്പിക്കുകൾ, ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഗ്രൂപ്പ് ഓഫ് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ തന്നെയാണ് തിരിച്ചും മറിച്ചും അവർ ചോദിക്കാറുള്ളത്. അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടെക്നീഷ്യൻ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, എനിവേ ടെക്നീഷ്യൻ്റെ എക്സാമിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു ഓൺ വോയിസ് വീഡിയോ ഫുള്ളായിട്ട് ഒരു വീഡിയോ ചെയ്യണതായിരിക്കും. അത് നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും എങ്ങനെയാണ് പഠിക്കേണ്ടത്, നമ്മുടെ വീഡിയോസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, എസ്പെഷ്യലി RRB SSC എക്സാംസ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ കണ്ടന്റുകൾ ചെയ്യുന്നത്. വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. വാട്ട് ഈസ് മെഷേർഡ് ഇൻ ക്യൂസെക്? ക്യൂസെക്കിൽ മെഷർ ചെയ്യണത് എന്താണ്? വാട്ടറിന്റെ ഫ്ലോ ആണ് ക്യൂസെക്കിൽ നമ്മൾ മെഷർ ചെയ്യണത്. ഓക്കെ, 1 ക്യൂസെക് എന്ന് പറഞ്ഞാല് 28.17 ലിറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ ക്യൂസെക്കിൽ മെഷർ ചെയ്യണത് ഫ്ലോ ഓഫ് വാട്ടർ ആണ്. ഇതിന്ന് 3 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി. എന്തൊക്കെ കിട്ടി? ഒരെണ്ണം ക്യൂസെക്കിൽ മെഷർ ചെയ്യണത് എന്താന്ന് ചോദിച്ചു. അടുത്തത് എങ്ങനെ ചോദിക്കാം? ഫ്ലോ ഓഫ് വാട്ടർ മെഷർ ചെയ്യണത് ഏത് യൂണിറ്റ് വെച്ചിട്ടാണെന്ന് ചോദിക്കാം. അതെന്താണ്? മെഷർമെന്റ് ക്യൂസെക് ആണ്. ഇനി 1 ക്യൂസെക് എന്ന് വെച്ചാൽ എത്രയാണെന്ന് ചോദിക്കാം. അത് എത്രയാണ്? 28.17 ലിറ്റർ പെർ സെക്കൻഡ് ആണ് 1 ക്യൂസെക്. ഓക്കെ, അപ്പൊ 3 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ കിട്ടി. അടുത്തത്, a barrel of oil is approximately 1 barrel of oil എന്ന് പറഞ്ഞാൽ approximately it will be equal to 159 ലിറ്റർ. 159 ലിറ്റർ ആണ് ഒരു ബാരൽ ഓയിൽ എന്ന് പറയണത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അടുത്തത്, the name of the instrument used to measure blood pressure is. ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റാ യൂസ് ചെയ്യുക? സ്പിഗ്മോമാനോമീറ്റർ ആണ് യൂസ് ചെയ്യണത്. ആ ഒരു സാധനം കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ ബലൂൺ പോലൊരു സാധനം ഇങ്ങനെ അമർത്തുമ്പോൾ നമ്മുടെ BP ലോവും ഹൈയും കാണിക്കും അല്ലേ? ആ ഒരു എക്യുപ്മെന്റിനെ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെന്റിനെ പറയുന്ന പേരാണ് സ്പിഗ്മോമാനോമീറ്റർ എന്നാണ് പറയുന്നത്. Okay, the instrument used to measure the intensity of light. ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാനായിട്ട് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യണത്? ലക്സ് മീറ്റർ ആണ്. ഓക്കെ, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് മെഷർ ചെയ്യാനായിട്ട് ലക്സ് മീറ്റർ ആണ് യൂസ് ചെയ്യണത്. ദെൻ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് സ്പിഗ്മോമാനോമീറ്റർ ആണ് യൂസ് ചെയ്യണത്. ഓക്കെ അല്ലേ? റഡാർ എന്തിനാ യൂസ് ചെയ്യണത്? ഡിറ്റക്ടിങ് ദ പൊസിഷൻ ഓഫ് ഒബ്ജക്ട്സ് ബൈ മീൻസ് ഓഫ് റേഡിയോ വേവ്സ്. അതായത് നമുക്ക് കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ഒബ്ജക്ട്സിന്റെ ഒരു ഒബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കണത് എന്ന് അറിയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റഡാർ. റേഡിയോ വേവ്സ് അങ്ങോട്ടേക്ക് അയച്ചു വിട്ടിട്ട് അതിന്ന് കിട്ടുന്ന റിഫ്ലക്ഷൻ, ആ ഒരു റേഡിയോ വേവ്സിന്റെ റിഫ്ലക്ഷനിൽ നിന്ന് കിട്ടുന്ന സൗണ്ട് ത്രൂ ആണ് നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണ് എന്ന് ഡിറ്റക്ട് ചെയ്യണത്. ഓക്കെ, ഇപ്പൊ ഈ അടുത്ത് റഡാർ നമ്മൾ കുറേ തവണ കണ്ടിന്യൂസ് ആയിട്ട് റഡാർ ന്യൂസിൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നുണ്ടായിരുന്നു. എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? ഷിരൂരിലെ മണ്ണിടിച്ചിലില് മലയാളിയായ അർജുൻ മരണപ്പെട്ടോ, ലോറി എവിടെയാണ് എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന റഡാർ ആണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ അല്ലേ?
ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു ക്യുസെക്ക് നോക്കി, ബാരൽ ഓഫ് ഓയിൽ, ബ്ലഡ് പ്രഷർ, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്, റഡാർ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നോക്കിയത്. ഇതിൽ തിരിച്ചും മറിച്ചും എങ്ങനെ വരാം? ഒരു 10 ക്വസ്റ്റ്യൻ, 10-11 ക്വസ്റ്റ്യൻ ഉള്ള ചാൻസ് ഈ ഒരു 5 ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ? When a batsman hits a cricket ball, the ball rolls on a level ground. After rolling some distance, the ball stops. The ball is slow to stop because. ശരിയാണ് അല്ലെ? ഒരു ബാറ്റ്മാൻ ക്രിക്കറ്റ് ബോളിനെ അടിച്ചു കഴിഞ്ഞാൽ ആ ലെവൽ ഗ്രൗണ്ടിൽ കൂടെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ആ ബോൾ എന്താവും? പതിയെ സ്ലോ ആയിട്ട് അത് ഫൈനലി സ്റ്റോപ്പ് ആവും അല്ലെ? അതിനുള്ള കാരണം എന്താണ്? എ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ദ ബോൾ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അതായത് ബോളിന്റെ ഡയറക്ഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, ബോൾ ഇങ്ങനെ അതിന്റെ മോഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ആ മോഷന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫോഴ്സ് ബോളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുക. അപ്പം ആ ഒരു ഫോഴ്സ് ബോളിലേക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യണത് കൊണ്ടാണ് കുറച്ചു ദൂരം പോയി കഴിയുമ്പം സ്ലോ ആയി പതിയെ ബോൾ സ്റ്റോപ്പ് ആവുന്നത്. ഓക്കെ അല്ലേ? If an object is thrown into space at a speed of 8 kilometers per second, what will happen? ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ ഇതിനകത്ത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് കോമഡി ആയിരുന്നു കേട്ടോ. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സ്പേസിലേക്ക് കൊടുക്കുകയാണ് 8 കിലോമീറ്റർ പെർ സെക്കൻഡിൽ. അവിടെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, എത്ര വലിയ സ്പീഡിൽ നമ്മൾ സ്പേസിലേക്ക് എറിഞ്ഞാലും ആ ഒബ്ജക്റ്റ് എന്താ ചെയ്യുക? തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ എത്തും അല്ലെ? എത്ര സ്പീഡ് കുറഞ്ഞിട്ടോ എത്ര സ്പീഡ് കൂടിയിട്ടോ നമ്മൾ എങ്ങോട്ടേക്ക് ഏത് രീതിയിൽ നമ്മൾ സ്പേസിലേക്ക് ഒരു ഒബ്ജക്റ്റ് എറിഞ്ഞാലും അത് തിരിച്ച് എർത്തിലേക്ക് തന്നെയാണ് വരുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ മൂൺ നോട്ട് ഹാവിങ് ആൻ അറ്റ്മോസ്ഫിയർ? ചന്ദ്രനില് അന്തരീക്ഷമില്ല. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷമാണ് അല്ലെ? അപ്പം ചന്ദ്രനില് എന്തുകൊണ്ടാണ് അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഇല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ അതിന് കാരണം? The escape velocity of gas molecules on it is less than the root mean square velocity. അതായത് മൂണിലുള്ള ഗ്യാസ് മോളിക്യൂൾസിന്റെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് അവരുടെ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിയേക്കാൾ കുറവാണ്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോ അവിടെ എന്ത് സംഭവിക്കും? അവിടെ അറ്റ്മോസ്ഫിയർ ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? തിരിച്ചു വരാനുള്ള ചാൻസ് ഈ ഒരു റീസൺ തരും. അവിടെ ഉണ്ടാവുന്ന കോസ് എന്താണെന്ന് ചോദിക്കും. അവിടെ ഉണ്ടാവുന്ന കോസ് എന്താണ്? മൂണില് അന്തരീക്ഷം ഇല്ലാത്തത്. ഓക്കെ. While traveling in an aeroplane, the ink starts leaking from the pen. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ പെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താവും? ലീക്ക് ആവാൻ തുടങ്ങും. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെന്നിനകത്തുള്ള എയർ പ്രഷർ ഫ്ലൈറ്റിനകത്തുള്ള എയർ പ്രഷറിനേക്കാൾ കൂടുതലാവും. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? പെന്ന് ലീക്ക് ആവുന്നത്. നമ്മൾ ചില ടൈമിൽ ചിലർക്ക് ബ്ലീഡിങ്, നേസൽ ബ്ലീഡിങ് ഉണ്ടാവുമെന്ന് പറയാറുണ്ട് അല്ലെ? ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയാസിലേക്ക് പോകുന്ന ടൈമിൽ നേസൽ ബ്ലീഡിങ്ങും അതും ഇത് തന്നെയാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ പ്രഷറിനേക്കാൾ കൂടിയ പ്രഷർ നമ്മുടെ ബോഡിക്കകത്ത് വരുമ്പോഴാണ് ആ ഒരു ബ്ലീഡിങ് ഉണ്ടാവുന്നത്. ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഫ്ലൈറ്റിനകത്ത് പെന്ന് ലീക്ക് ആവുന്ന കേസിലും ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അടുത്തത് the principle of working of hydraulic brakes of automobiles. അതായത് ഓട്ടോമൊബൈൽസ് വണ്ടികളിലൊക്കെ ഹൈഡ്രോളിക് ബ്രേക്ക് ഉണ്ട് അല്ലെ? അത് ഏത് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാസ്കൽസ് ലോ യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പൊ ഹൈഡ്രോളിക് ബ്രേക്സ് വർക്ക് ആവുന്ന പ്രിൻസിപ്പിൾ പാസ്കൽസ് ലോ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ ടോട്ടൽ നമ്മൾ 10 ക്വസ്റ്റ്യനകത്തുനിന്ന് ഓൾമോസ്റ്റ് ഒരു 20 ക്വസ്റ്റ്യനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തുനിന്ന് എല്ലാം പഠിച്ചിട്ടുണ്ട്. പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലേക്ക് പോവാം. The scattering of light by suspended particles in a colloidal solution is called Tyndall effect. അപ്പം ഇവിടെ നമ്മൾ പാസ്കൽസ് ലോ എന്നൊക്കെ പറഞ്ഞു അല്ലെ? എന്താണ് ഈ പാസ്കൽസ് ലോ എന്ന് അറിയാവോ? Any force applied to a confined fluid is transmitted uniformly in all directions throughout the fluid regardless of the shape of the container. അതായത് നമ്മൾ ഏത് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ എവിടെ വെച്ചിരിക്കുന്ന ഒരു ഫ്ലൂയിഡ് ആണെങ്കിലും ആ ഒരു ഫ്ലൂയിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഏതെങ്കിലും ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്.
ഓക്കെ, ആ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്ന ടൈമിൽ അത് ട്രാൻസ്മിറ്റ് ആവുന്നത് ആ ഫ്ലൂയിഡിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ ട്രാൻസ്മിറ്റ് ആയി പോവും എന്നാണ് എവിടെ പറയുന്നത്, പാസ്കൽസ് ലോയിൽ പറയുന്നത്. അപ്പം ആ ഒരു എല്ലാ സ്ഥലത്തിലേക്കും ഒരുമിച്ച് ആ ഒരു ഫോഴ്സ് പോകുന്നത് വഴിയാണ് അവിടെ എന്തുണ്ടാവുന്നത്, ഹൈഡ്രോളിക് ബ്രേക്ക് വർക്ക് ചെയ്യണത്. ഓക്കെ, അടുത്തത് ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. ഒരു കൊളോയിഡൽ സൊല്യൂഷനകത്ത് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലെ, അവരുണ്ടാക്കുന്ന സ്കേറ്ററിംഗ് ഓഫ് ലൈറ്റ്, അവരിൽ ഉണ്ടാവുന്ന സ്കേറ്ററിംഗ് ഓഫ് ലൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടിൻറ്റൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ടിൻറ്റൽ എഫക്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ ടിൻറ്റൽ എഫക്റ്റ് എന്താന്ന് ചോദിച്ചാൽ ദ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ബൈ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഇൻ എ കൊളോയിഡൽ സൊല്യൂഷൻ ഈസ് കോൾഡ് ആസ് ടിൻറ്റൽ എഫക്റ്റ്. Which of the following phenomena of light occurs throughout a prism? ഒരു പ്രിസത്തിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന ലൈറ്റിന്റെ ഒരു പ്രോസസ്സ് ഡിസ്പേർഷൻ ആണ്. ഓക്കെ, ലൈറ്റിന് ടോട്ടൽ ഇന്റേണൽ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ് കുറേ അധികം പ്രോസസ്സ് ഉണ്ട് അല്ലെ. പ്രിസത്തിനകത്ത് നടക്കുന്നത് എന്താണ്, ഡിസ്പേർഷൻ ആണ് പ്രിസത്തിനകത്ത് നടക്കുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് which phenomenon contributes significantly to the sun appearing red hot at sunrise and sunset? അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്തും സൺറൈസിന്റെ ടൈമിലും സൺസെറ്റിന്റെ ടൈമിലും സൂര്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അതൊരു ഹോട്ട് റെഡിലാണ് കാണപ്പെടുക, ചുട്ടുപൊള്ളുന്ന, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു തീയുടെ ഒക്കെ കളറിലായിരിക്കും സൂര്യൻ നിൽക്കുന്നത്. അതിന്റെ പുറകിലുള്ള ഫിനോമിനൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കേറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ് അതിന് കാരണം. ഓക്കെ, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് കാരണമാണ് സൺസെറ്റിന്റെ ടൈമിലും സൺറൈസിന്റെ ടൈമിലും സണ്ണ് ഏത് രീതിയിൽ കാണുന്നത്, ഹോട്ട് റെഡ് ആയിട്ട് കാണുന്നത്. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ. അടുത്തത് ഇൻ വിച്ച്, ഇത് സ്കേറ്ററിംഗ് ഓഫ് ലൈറ്റിന് എക്സാമ്പിൾസ് ആയിട്ട് ചോദിച്ചാലും നമുക്ക് ഇത് പറയാം, സൺറൈസും സൺസെറ്റും പറയാം. ഇവിടെ നമ്മൾ ഒരെണ്ണം കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിന്റെ കേസിൽ. ഇവിടെ വേറെന്തോ ഇടയ്ക്ക് ഒരെണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ഇല്ലേ, അത് ടിൻറ്റൽ എഫക്റ്റ് ആണ്. ഓക്കെ, in which defect of vision the crystalline lens of the eye becomes cloudy and opaque. നമ്മുടെ കണ്ണിനകത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ലെൻസ് ഉണ്ട് അല്ലെ, ആ ഒരു ലെൻസ് ക്ലൗഡി, മൂടിയ പോലെയും നമുക്ക് അവിടെ ഒരു ശൂന്യമായ പോലെയും ഒക്കെ തോന്നുന്നത് ഏത് ഡിഫക്റ്റ് ആണ്, കാറ്ററാക്ട് ആണ്. ഓക്കെ, നമുക്ക് അവിടെ ഒരു മൂടൽ വരുന്നതും അതുപോലെ ഒരു ഒപ്പേക്ക് ആയിട്ടൊക്കെ തോന്നുന്നത് ഏത് ഡിഫക്റ്റ് ആണ്, കാറ്ററാക്ട് കാരണമാണ് അങ്ങനെ തോന്നുന്നത്. Okay, the farthest point of a normal human being should be, നമ്മുടെ കാഴ്ച അല്ലെ, farthest point of ഐസൈറ്റിന്റെ കേസാണ് ചോദിക്കുന്നത്. നമുക്ക് ഏറ്റവും ദൂരം കാണാൻ പറ്റുന്നത് എന്താണ്, ഇൻഫിനിറ്റി ആണ്. നമ്മുടെ കാഴ്ചയുടെ പവറും നമ്മുടെ ലെൻസിന്റെ ഇതും അനുസരിച്ച് നമുക്ക് ഇൻഫിനിറ്റി ദൂരം എന്ത് ചെയ്യാൻ പറ്റും, കാഴ്ച ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ, ഇത്രയും കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലായില്ലേ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. Why does water in the deep sea appear blue? അതായത് ഉൾക്കടലിൽ, നമ്മൾ ഉൾക്കടലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് എന്താണ്, ബ്ലൂ കളറിലാണ് കാണാൻ പറ്റുക. അതിന്റെ കാരണം എന്താണ്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ആണ്. അപ്പൊ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റിന് എക്സാമ്പിൾ സൺസെറ്റ് വരുന്നുണ്ട്, സൺറൈസ് വരുന്നുണ്ട്. ഡീപ് സീയുടെ ബ്ലൂ കളറും എന്ത് തന്നെയാണ്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് കാരണമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്തത് what will be the amount of electricity supplied to a battery charged at 15 ampere for 10 hours? 10 ആംപിയർ വെച്ചിട്ട് 15 ആംപിയർ ഉള്ള ബാറ്ററി നമ്മൾ 15 ആംപിയർ 10 മണിക്കൂർ ചാർജ് ചെയ്താൽ അവിടെ എത്ര ഇലക്ട്രിസിറ്റി ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Q ആണ് അല്ലെ, Q is equal to IT ആണ് ചെയ്യേണ്ടത്. I എത്രയാ വരുന്നത്, 15 ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം, into 10 ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ അവർ ആണ് അല്ലെ, അതിനെ നമുക്ക് മിനിറ്റ് into സെക്കൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. ഈ ആൻസർ കിട്ടാൻ നമ്മൾ ചെയ്ത പ്രോസസ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ എന്താ ചെയ്തത് എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. How much power in watts is dissipated by a 10 ohm resistance when the current flowing through the resistor is 3A? അതായത് 10 ohm റെസിസ്റ്റൻസ് ഉള്ള ഒരു റെസിസ്റ്റൻസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അവിടുത്തെ റെസിസ്റ്റർ എത്രയാണ്,
3A ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന പവർ വാട്ടിൽ അവിടെ ഉണ്ടാവുന്ന പവർ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്തറിയാം? P is equal to I square R ആണെന്ന് അറിയാം അല്ലെ. ഇവിടെ I എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 3 തന്നിട്ടുണ്ട്. സോ 3 സ്ക്വയർ ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 90 വാട്ട് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസ് ഒക്കെ ടെക്നീഷ്യന് ചോദിക്കും. കാരണം എന്താണ്? ടെക്നീഷ്യന് 2 എക്സാം ഇല്ല, ഒരു CBT മാത്രമേ ഉള്ളൂ. സോ കഴിഞ്ഞ എക്സാമിനൊക്കെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ALP ടെക്നീഷ്യൻസ് എല്ലാം ഒരുമിച്ചായതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴായിരുന്നു നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ നമുക്ക് ടെക്നീഷ്യൻ ഒക്കെ ഒരൊറ്റ CBT മാത്രമായതുകൊണ്ട് ഇത്തവണ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഫിസിക്സ് എന്ന് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൽ നിന്നുള്ള പ്രോബ്ലംസും കൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പം പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഘനഗംഭീരമായിട്ടുള്ള കുറേ സ്റ്റെപ്പുള്ള പ്രോബ്ലംസ് ഒന്നുമല്ല, ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ എന്ത് പഠിക്കണം? ആ ഓരോ ഇക്വേഷൻസും എന്താണ് എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കണം. Okay, what is the power rating of a 470 ohm resistor with a current rating of 40 mA? ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പവർ റേറ്റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എത്രയാണ്? 40 mA ഉണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു 10⁻³ എയിലേക്ക് ആക്കി ഇൻറ്റു ദെൻ എന്താണ് 90 ഇൻറ്റു 10⁻³ ഇൻറ്റു 470 ചെയ്താലേ നമുക്ക് എന്ത് വരുള്ളൂ? കറക്റ്റ് അതിന്റെ ഫോമിലേക്ക് എത്തുള്ളൂ. ഓക്കെ, അപ്പം ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 0.75 വാട്ട് എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അടുത്തത്, what is carbon credit? കാർബൺ ക്രെഡിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് കാർബൺ 2 രീതിയിലുണ്ട്. കാർബൺ എത്രത്തോളം ജനറേറ്റ് ചെയ്യാം എന്നതിന് ഒരു അലോവൻസ് ഉണ്ട്. അതുപോലെ അവിടെ ആക്ച്വലി കാർബൺ ജനറേറ്റ് ആയത് എത്ര എന്നുമുണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അവിടെ ജനറേറ്റ് ചെയ്യാൻ അലൗഡ് ആയിട്ടുള്ള കാർബണും ജനറേറ്റ് ആയ കാർബണും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഈ പറഞ്ഞു തന്ന 20 ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഡസ് BOD സ്റ്റാൻഡ്സ് ഫോർ? BOD എന്ന് പറഞ്ഞാൽ ലോ ഡിസോൾവ് ഓക്സിജൻ ആണ്. എന്താണ് അതിനെ പറയാ? ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ് പറയാ. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ് നമ്മൾ എന്തിനെ പറയുന്നത്? BOD-നെ പറയുന്നത്. BOD-നെ പറയുന്നത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ്. Okay, which of the following has the ability to perform photosynthesis? Photosynthesis perform ചെയ്യുന്നത് ആരാണ്? പ്രൊഡ്യൂസർ ആണ് അല്ലെ? പ്രൊഡ്യൂസേഴ്സ്, ഗ്രീൻ ലീഫ്സ് ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യുന്നത്. ദ വെബ് ഓഫ് ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിന്റെ വെബിനെ നമ്മൾ എന്താ പറയുക? ഫുഡ് വെബ് എന്നാണ് പറയുക. ഫുഡ് ചെയിനിന്റെ വെബിനെ നമ്മൾ ഫുഡ് വെബ് എന്നാണ് പറയുന്നത്. അടുത്തത്, in the following food chain assume that the amount of energy at the 4th trophic level is 5 kg, then how much energy will be available at the producer level? Okay, 4ാമത്തെ ട്രോഫിക് ലെവലില് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? എനർജി 5 kg ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, കിലോ ജൂൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസർ ലെവലില് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് ആൻസർ ചെയ്യണതിന് മുന്നേ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഫുഡ് ചെയിനിനകത്ത് ഓരോ ട്രോഫിക് ലെവൽ കഴിയുമ്പോഴും 10% എനർജിയാണ് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫസ്റ്റ് ട്രോഫിക്കിൽ നിന്നും സെക്കൻഡിലേക്ക് പോകുമ്പോൾ 10% എനർജിയാണ് കൺവേർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോ ഇവിടെ 4 10% കൂടിയപ്പോഴാണ് 5000 ആയത്. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് എന്ത് ചെയ്താൽ മതി? നമ്മുടെ പെർസെൻറ്റേജിന്റെ ഇക്വേഷൻ ആണ് അല്ലെ? 5000 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ഇൻറ്റു 5000 അല്ല, സോറി 5 ആണ് അല്ലെ? നമുക്കിവിടെ 5 കിലോ ജൂൾ ആണ്. ഇൻറ്റു 100 ഇൻറ്റു 100 ഇൻറ്റു 100, കാരണം 3 ഫോർത്തിലേക്ക് എത്തുന്നതിന് മുന്നേ 3 എണ്ണമാണ് ഉള്ളത് അല്ലെ? അപ്പൊ അവിടെ പെർസെൻറ്റേജ് 100 ഇൻറ്റു 100 ആണ്. 10% ആണ് 3 നിന്നും അടുത്ത ട്രോഫിക് ലെവലിലേക്ക് വന്നത്. അപ്പൊ ഇവിടെ എന്തായി? എന്ത് വന്നു? 5 ഇൻറ്റു 1000 എന്ന് വരും. ദാറ്റ് മീൻസ് 5000 കിലോ ജൂൾ ആണ് 4th ട്രോഫിക് ലെവൽ എത്തുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ?
Which of the following is not the biological component of the environment? Environmental biological component അല്ലാത്തത് എയർ ആണ്. ഓക്കെ, ബയോളജിക്കൽ കോമ്പണന്റ് അല്ല എന്ത്, എയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Do carnivores fall into the consumer category? Carnivores consumer category ആണ്, secondary category ആണ് അല്ലെ. Secondary consumers ആണ് carnivores. ശരിയല്ലേ? ഫസ്റ്റ് പ്രൈമറി ആരാണ്? ഹെർബിവോറസ് ആണ് പ്രൈമറി കൺസ്യൂമേഴ്സ് വരുന്നത്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആണ് ആര്? കാർണിവോറസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പ്രൈമറി കൺസ്യൂമേഴ്സിനെ കൺസ്യൂം ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഹെർബിവോറസിനെ കൺസ്യൂം ചെയ്യുന്നവരാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കാർണിവോറസ് എന്ന് പറയുന്നത്. അടുത്തത്, the main factors responsible for the depletion of ozone layer. നമ്മൾ ഒരുപാട് ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന കാര്യമാണ്. ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷന് കാരണമായിട്ടുള്ള ഫാക്ടർ എന്താണ്? CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. നമ്മുടെ റെഫ്രിജറേറ്ററുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CFC അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്. ഇതാണ് ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, what percentage of the total energy at each trophic level of the food chain is passed on to the next level? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നോക്കിയില്ലേ, 10% ആണ് ഒരു ട്രോപ്പിക് ലെവലിൽ നിന്നും അടുത്ത ട്രോപ്പിക് ലെവലിലേക്ക് പോകുമ്പോൾ പാസ് ചെയ്ത് പോകുന്ന എനർജി. CFC റെഫ്രിജറേറ്ററിലാണ് യൂസ് ചെയ്യണത്. Which substance is decomposed by biological process? ബയോളജിക്കൽ പ്രോസസ് വഴി ഡീകമ്പോസ് ചെയ്ത് പോകുന്നത് എന്തൊക്കെയാണ്? ഡ്രൈഡ് ഗ്രാസും ലീവ്സും ഒക്കെയാണ് ഡീകമ്പോസ് ചെയ്യണത് അല്ലെ. പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഡീകമ്പോസ് ചെയ്ത് പോവില്ല. ബയോളജിക്കൽ പ്രോസസ് വഴി ഡീകമ്പോസ് ചെയ്ത് പോവില്ല. അതിങ്ങനെ പോകുന്നത് എന്ത് മാത്രമാണ്? ഡ്രൈഡ് ഗ്രാസും ലീവ്സും മാത്രമാണ് പോകുന്നത്. ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോവാം. What will be the cross sectional area of a 18 meter long cylindrical wire when the resistivity of the wire is 0.67 ohm and the resistance of the wire is 12 ohm? നമ്മളോട് ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എങ്ങനെ, എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? ആദ്യം റോ തന്നിട്ടുണ്ട് അല്ലെ. റോ L/R ആണ് നമുക്ക് ചെയ്യേണ്ടത്. റെസിസ്റ്റിവിറ്റി എത്ര തന്നിട്ടുണ്ട്? 0.67 എന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് 18 എന്ന് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് എത്ര തന്നിട്ടുണ്ട്? 12 എന്ന് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 1. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. 1 ആൻസർ കിട്ടുന്നുണ്ടോന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്തത്, what is the value of 2 kilo ohm? 2 kilo ohmന്റെ വാല്യൂ എത്രയാണ്? 2000 ohm ആണ്. അപ്പൊ 1 k ohm എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ohm ആണ്. ഓക്കെ, 1 കിലോ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം. അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2 kilo ohm എന്ന് പറഞ്ഞാൽ 2000 ohm ആണ്. ഓക്കെ, if the short circuit current at 120 watt is 500 A, find the conductance. കണ്ടക്ടൻസ് ആണ് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്താൽ മതി? I/V ആണ് ചെയ്യേണ്ടത്. ഇവിടെ I എത്രയാ തന്നിരിക്കുന്നത്? 500 തന്നിട്ടുണ്ട്. V 120 തന്നിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 4.16 കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താ? സീമൻ ആണ് യൂണിറ്റ്. ഓക്കെ, സീമൻ ആണ് യൂണിറ്റ്. സോ അതാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ അല്ലേ? Fishes survive inside a frozen lake because ഫ്രോസ് ആയി കിടക്കുന്ന, തണുത്തുറഞ്ഞു കിടക്കുന്ന നദിയിലും മീനുകൾ ജീവിക്കും. അതിന്റെ കാരണം എന്താണെന്നറിയോ? 1 മീറ്റർ താഴേക്ക് പോയി കഴിഞ്ഞാല് അവിടെ ഫ്രീസ് ആവില്ല. ഓക്കെ, 1 മീറ്റർ ഡെപ്തിൽ മാത്രമാണ് നദികളിലെ ഫ്രീസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലേക്കിന്റെ അല്ലെങ്കിൽ നദികളുടെ ഇൻഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല? ഫ്രീസിങ് ഉണ്ടാവില്ല. സോ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? മീനുകൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മളിപ്പോ ഒരുപാട് ഷോർട്സ് കാണാറുണ്ട് അല്ലെ. മലയാളീസ്, കാനഡയിൽ പോയിട്ടുള്ള മലയാളികളാണ് കൂടുതലായിട്ട് ഈ പരിപാടി ചെയ്യുന്നത്. എന്ത് ചെയ്യണ കണ്ടിട്ടുണ്ട് നമ്മള്? അവരിങ്ങനെ ഐസിന് മേലെ ഇങ്ങനെ കുത്തിയിട്ട് മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് ഇൻഡെപ്തിൽ നിന്നും മീനുകൾ കിട്ടുന്നത്. What remains unchanged when the quantity of an object changes? ഒരു ഒബ്ജക്റ്റിന്റെ ക്വാണ്ടിറ്റി ചേഞ്ച് ആവുമ്പോഴും അവിടെ ചേഞ്ച് ഒന്നും സംഭവിക്കാത്തത് അതിന്റെ ഡെൻസിറ്റിക്കാണ്. ഓക്കെ, ഒബ്ജക്റ്റിന്റെ ക്വാണ്ടിറ്റി ചേഞ്ച് ആവുമ്പോഴും അതിന്റെ ഡെൻസിറ്റിക്ക് അവിടെ എന്ത് സംഭവിക്കില്ല? ഒരു രീതിയിലുള്ള ചേഞ്ചും ഉണ്ടാകുന്നില്ല.
ഓക്കെ അല്ലേ? അടുത്തത് മിറേജ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണമാണ് മിറേജസ് ഉണ്ടാവുന്നത്. ഓക്കെ, what type of image of an object is formed on the retina by the eye lens? നമ്മുടെ കണ്ണിലുള്ള റെറ്റിനയില് ഏത് രീതിയിലുള്ള ഇമേജ് ആണ് കാണുന്നത്? ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ഇമേജ് ആണ് നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ നമ്മൾ കാണുന്നത്. ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ഇമേജ് ആണ് കാണുന്നത്. ഓക്കെ, ഷേവിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺകേവ് മിറർ ആണ്. സെർച്ച് ലൈറ്റിൽ യൂസ് ചെയ്യുന്നതും എന്താണ്? കോൺകേവ് മിറർ ആണ്. ഷേവിങ്ങിനും സെർച്ച് ലൈറ്റിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺകേവ് മിറർ ആണ്. ഓക്കെ, ഇനി 40 ഡിഗ്രി സെൽഷ്യസിന് ഫാരൻഹീറ്റിലുള്ള വാല്യൂ എന്താണ്? 104 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 104 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ക്ലിയർ ആയില്ലേ? അടുത്തത്, when salt is added to water, ഉപ്പും വെള്ളവും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ സിമ്പിൾ ആയിട്ട് പറയാം, നമ്മളൊരു പച്ചവെള്ളം ഒന്നും മിക്സ് ചെയ്യാത്ത ഒരു വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോഴാണോ സമയം എടുക്കുക? ഒരു ബോക്സിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ നമ്മൾ ഒന്നും മിക്സ് ചെയ്യാത്ത പ്യുവർ വാട്ടർ വെച്ചു, ഒരു പാത്രത്തിൽ നമ്മൾ ഉപ്പ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വെള്ളം വെച്ചു. ഇതിനകത്ത് പെട്ടെന്ന് തിളച്ച് വരുന്നത് ഏതായിരിക്കും? ഒന്നും മിക്സ് ചെയ്യാത്തതായിരിക്കും തിളച്ച് വരുന്നത്. കാരണം വാട്ടറിലേക്ക് സോൾട്ട് എന്നല്ല എന്തിട്ട് കൊടുത്താലും അവിടെ എന്ത് സംഭവിക്കും? വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടും. ഓക്കെ, അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. In a sitar, what type of sound waves are produced? സിത്താറിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ആൻഡ് ട്രാൻസ്വേഴ്സ് ആണ്. ഓക്കെ, സിത്താറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് വേവ്സ് സ്റ്റേഷനറി ആൻഡ് ട്രാൻസ്വേഴ്സ് ആണ്. What is the distance between two successive crust or two successive troughs called? ഇതാണ് അല്ലെ. ഇതില് രണ്ട് സക്സസീവ് ആയിട്ടുള്ള ക്രസ്റ്റിന്റെ അല്ലെങ്കിൽ രണ്ട് സക്സസീവ് ആയിട്ടുള്ള ട്രഫിന്റെ ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ പറയാ? അതാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, വേവ് ലെങ്ത് എന്നാണ് അതിന് പറയുന്നത്. The velocity of electromagnetic wave, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ വെലോസിറ്റി എന്താണ്? 3 × 10⁸ meter per second ആണ്. ഓക്കെ, 3 × 10⁸ meter per second ആണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ വെലോസിറ്റി. If a 100-watt electric bulb burns for 10 hours, then the cost of electricity at the rate of ₹5 per unit will be. നമ്മളോട് വിലയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് യൂണിറ്റ് കാണാൻ അറിയാം. യൂണിറ്റ് കാണാൻ എന്താണ്? നമ്പർ ഓഫ് ബൾബ്സ് ഇൻടു പവർ ഇൻടു ടൈം ഇൻടു നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡഡ് ബൈ 1000 ചെയ്താൽ മതി അല്ലേ? ഇത് 100 ആണ്. ഇത് ശരിക്കും എന്താ ചെയ്യണ്ടേ? n into p into t into d divided by 1000 ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ n-ഉം 1 ആണ്, ഡേയും 1 ആണ്. ഇത് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്നത് 1 യൂണിറ്റ് എന്നാണ് കിട്ടുക. ഈ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാല് ഒരു യൂണിറ്റിന് 5 രൂപയാണ്. അപ്പം ഒരു യൂണിറ്റിന് എത്ര രൂപയാവുള്ളൂ? ഇവിടെ ഒരു യൂണിറ്റേ ചെലവാകുന്നുള്ളൂ, 5 രൂപ മാത്രമേ അവിടെ എന്താവുന്നുള്ളൂ? ചെലവാകുന്നുള്ളൂ. ക്ലിയർ ആയില്ലേ? മനസ്സിലായല്ലോ അല്ലെ? അടുത്തത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ പറഞ്ഞിരിക്കണേ? 5 ബൾബ് 100 വാട്ട് കപ്പാസിറ്റി ഉള്ളത് 20 മണിക്കൂറാണ് ലൈറ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കൺസ്യൂം ചെയ്ത എനർജി ആണ് ചോദിക്കുന്നത്. സെയിം ഇക്വേഷൻ ആണ് NPTD/100. ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 യൂണിറ്റ്സ് എന്ന് ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? അടുത്തത്, the mineral which is not related to atomic energy. അറ്റോമിക് എനർജിയുമായി റിലേഷൻ ഒന്നുമില്ലാത്ത മിനറൽ ആണ് ക്രോമിയം. അപ്പൊ അറ്റോമിക് എനർജിയുമായി റിലേഷൻ ഉള്ള മിനറൽസ് ഏതാണ്? മൊണാസൈറ്റ്, തോറിയം, കേട്ടിട്ടില്ലേ? തോറിയം, പിന്നെന്താ? ബെറീലിയം. ഓക്കെ, അപ്പം ഈ മിനറൽസിനൊക്കെ എന്തുമായിട്ട് ബന്ധമുണ്ട്? അറ്റോമിക് എനർജിയുമായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ക്രോമിയത്തിന് എന്തില്ല? അറ്റോമിക് എനർജിയുമായിട്ട് ഒരു രീതിയിലുള്ള റിലേഷനും ഇല്ല. ഹൈഡ്രജൻ ബോംബ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോവിങ് പ്രിൻസിപ്പിൾസ്? ഹൈഡ്രജൻ ബോംബ് വർക്ക് ചെയ്യണത് അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഓക്കെ, അൺകൺട്രോൾഡ് ഒരു ന്യൂക്ലിയസിന്റെ 2 ആറ്റംസ് കമ്പൈൻ ചെയ്ത് പുതിയ ന്യൂക്ലിയർ ഫോം ചെയ്യുന്ന രീതിയിലുള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് എന്ത് വർക്ക് ചെയ്യണത്? ഹൈഡ്രജൻ ബോംബ് വർക്ക് ചെയ്യണത്.
The half-life of a radioactive substance is 10 days, which means that അതായത് ഒരു റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 10 ദിവസമാണെങ്കിൽ അതിന്റെ അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാല് ആ ഒരു സബ്സ്റ്റൻസിന്റെ മുക്കാൽ ഭാഗവും 20 ദിവസത്തിൽ എന്താവും കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു പോകും. ഓക്കെ, അപ്പോ ഒരു സബ്സ്റ്റൻസിന്റെ മുക്കാൽ ഭാഗവും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന്റെ പകുതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫൈനൽ വൺ ആണ് അറ്റോമിക് ന്യൂക്ലിയസിന്റെ കോമ്പണൻസ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്. ഓക്കെ, അറ്റോമിക് ന്യൂക്ലിയസിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത് ഏതാണ്, പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സയൻസിൽ നിന്നും വരുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യണതായിരിക്കും. അപ്പൊ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ആണുള്ളത്. അതിന്റെ ഇക്വേഷൻസ് ഒക്കെ നല്ല വൃത്തിയിൽ തന്നെ പഠിച്ചു വെക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. മാത്സിന്റെ പോലെ കടുകട്ടി വലിയ വലിയ പ്രോബ്ലംസ് ഒന്നും അല്ല. ഓക്കെ, അപ്പൊ ഒരിക്കലും GK ഒരു അൺഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് എന്ന് പറയരുത്. നമ്മുടെ റാങ്ക് മേക്കിംഗ് സബ്ജക്റ്റ് ആണ് GK. സോ നല്ല രീതിയിൽ തന്നെ ജനറൽ സയൻസ് നോക്കി പഠിച്ച് വൃത്തിയായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.